കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കേക്ക് നമ്മൾ എടുത്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്യും. 3 ലെയറായിട്ട് കട്ട് ചെയ്ത് 3 മാറ്റി വയ്ക്കും. 3 മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇടയ്ക്ക് ഐസും ആഡ് ചെയ്ത് അങ്ങനെ ക്രീമൊക്കെ ആഡ് ചെയ്ത് അത് 3 ലെയർ ഫില്ല് ചെയ്ത് ഇനിയിപ്പോൾ റെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ ടെൻഷനൊക്കെ കഴിഞ്ഞു. ഇതിനെ കട്ട് ചെയ്തൊന്ന് റെഡിയാക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. സെക്കൻഡ് ആൻഡ് തേർഡ്. ഇപ്പം 3 റെഡിയാക്കി നമ്മൾ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ സൈഡിൽ നമ്മൾ പറ്റിയെല്ലാം കഴിയുമ്പോഴത്തേനും ഓരോന്ന് വീഴും. ആ വീഴുന്ന സംഭവം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ആ മെയിനിട്ട് ഇതിനകത്ത് ഒരുപാട് ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ച് അടിച്ച് ഫിറ്റാവും. അത് പാടില്ല. ഒരെണ്ണത്തിനകത്ത് ഇത്ര ഒഴിക്കും. കണ്ടോ, ഒരു കേക്കിൽ മേളിൽ കണ്ടോ, ഒഴിച്ചത് കണ്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാണില്ലേ. എന്നിട്ട് ഈ ചെറിയുടെ ഇതിൻ്റെ ഒരു പേരുണ്ടല്ലോ, ഇതിൻ്റെ ലിക്വിഡ് ടിൻഡ് ചെറി എന്ന് പറയും. അതിൻ്റെ ആ ലിക്വിഡ് നമുക്കൊരു കാര്യം ചെയ്യാം. അത് ഈ സാധനം ഒഴിച്ചിട്ടങ്ങ് മാറ്റിയേക്കാം. വീണ്ടും എത്ര എടുത്തു. ഇതിന് നമ്മൾ 3 ലെയറാണ് ആക്കിയത്. കണ്ടായിരുന്നല്ലോ നിങ്ങളെല്ലാവരും. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒഴിക്കണം. പക്ഷെ ഇത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും എന്നാണ് വെപ്പ്. ഇത് ഒഴിച്ചാലേ ശരിയാവും എന്നൊന്നുമില്ല. പിന്നെ എല്ലാവരും ഒഴിക്കാറുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ ഒഴിച്ചേക്കാം. എന്നിട്ട് സെയിം നമ്മൾ ചെറി സിറപ്പ് വീണ്ടും ആഡ് ചെയ്യുകയാണ്. ഇവിടെ അതുപോലെ തന്നെ ചെറി സിറപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ചെറി സിറപ്പ് നമ്മൾ ഈ 3ലും അതേപോലെ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അത് ചെയ്ത് കഴിയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഐസ് ആഡ് ചെയ്യാം. ക്രീം നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ക്രീം കറക്റ്റായിട്ട് അടുത്തത് ഈ രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു.
രണ്ടാമത്തെ ലെയർ വെച്ചു. ഇനി അടുത്തത് മൂന്നാമത്തെ ലെയർ, ഫൈനൽ. ഈ ലെയറിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കി പറയുക ആരോ ഒരു ദിവസം നമ്മുടെ ഈ സിസ്റ്റത്തിൽ എല്ലാ കമ്പ്യൂട്ടറിലുള്ളൊരു ഗെയിമുണ്ട്, കേക്ക് മേക്കിംഗ്. അത് പെട്ടെന്ന് ഞാനിങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ആലോചിച്ചു കേക്ക് മേക്കിംഗ്. കവർ ചെയ്യണം. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ചു കേട്ടോ. ഡെയിലി ഇഷ്ടംപോലെ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ നിങ്ങൾ കാണുക. കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടിലാണ് ഞാൻ. ലവ് ചിഹ്നം എടുത്തിട്ട് ലാസ്റ്റ് ലവ് അല്ലാന്ന് തോന്നരുത്. ഹാർട്ടിൻ്റെ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ കിട്ടിയാൽ നമ്മൾ വിജയിച്ചു. ഇവിടം കൊണ്ടൊരു വളവ് പോലെ എനിക്ക് എങ്കിലും തോന്നുകയാണെന്ന് അറിയത്തില്ല. കറക്റ്റാണെങ്കിലും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടിരുന്നു അത്രയും കൂടെ ഭംഗിക്കിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്.